തെരഞ്ഞെടുത്ത വാർത്തകൾ വായിക്കുന്നത് ഗീത PV. കോയമ്പത്തൂരിലെ സാക്കോണിൽ മികവിന്റെ കേന്ദ്രം പ്രധാനമന്ത്രി ന്യൂഡൽഹി. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനായി കോയമ്പത്തൂരിലെ സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സാക്കോണിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗിറിൽ ചേർന്ന ദേശീയ വന്യജീവി ബോർഡിന്റെ 7ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വന്യജീവി ആരോഗ്യം, രോഗപരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളുടെ ഏകോപനത്തിനും ഭരണത്തിനുമുള്ള കേന്ദ്രവുമായി പ്രവർത്തിക്കുന്ന ജുനഗഡിലെ നാഷണൽ റഫറൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ കണക്കെടുപ്പ് 2025 ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വെല്ലുവിളി നേരിടാൻ ഭാസ്കര ആചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സുമായി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള കടുവകളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പദ്ധതി, ഗേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ സംരക്ഷണത്തിനായി ദേശീയ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് സംരക്ഷണ കർമ്മ പദ്ധതി എന്നിവ പ്രഖ്യാപിച്ചു. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണവും പരിപാലനവും സംബന്ധിച്ച വിവിധ പ്രദേശങ്ങളിലെ പരമ്പരാഗത അറിവുകളും കൈയെഴുത്ത് പ്രതികളും ഗവേഷണത്തിനും വികസനത്തിനുമായി ശേഖരിക്കാൻ പ്രധാനമന്ത്രി ബോർഡിനോടും പരിസ്ഥിതി മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടു. സിംഹം, പുള്ളിപ്പുലി എന്നിവയുടെ സംരക്ഷണത്തിൽ ഗിർ ഒരു വിജയഗാഥയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണത്തിൽ 6 മടങ്ങ് വർധനവ് ഉണ്ടായതായി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ആദ്യമായി നടത്തിയ നദീതീര ഡോൾഫിനുകളുടെ കണക്കെടുപ്പിന്റെ റിപ്പോർട്ട് പ്രധാനമന്ത്രി പുറത്തിറക്കി. രാജ്യത്താകെ 6327 ഡോൾഫിനുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 8 സംസ്ഥാനങ്ങളിലായി 28 നദികളിലാണ് സർവേ നടത്തിയത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നദീതീര ഡോൾഫിനുകൾ ഉള്ളത്. ബീഹാർ, ബംഗാൾ, അസം എന്നിവയാണ് തൊട്ടുപിന്നിൽ. വനം വകുപ്പ് ജീവനക്കാരുമായി സംവദിച്ച പ്രധാനമന്ത്രി അവർക്കായുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. ഓസ്കറിൽ തിളങ്ങി അനോറ. മികച്ച ചിത്രമുൾപ്പെടെ 5 പുരസ്കാരങ്ങൾ. മികച്ച നടി മൈക്കി മാഡിസൺ, നടൻ ഏഡ്രിയൻ ബ്രോഡി. ലോസ് ആഞ്ചലസ്. 97ാമത് ഓസ്കാർ വേദിയിൽ പുരസ്കാരങ്ങൾ വാരിക്കുട്ടി ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ ന്യൂയോർക്കിലെ ലൈംഗിക തൊഴിലാളികളുടെ കഥ പറയുന്ന ചിത്രം. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച എഡിറ്റർ, മികച്ച നടി എന്നിങ്ങനെ 5 പുരസ്കാരങ്ങളാണ് നേടിയത്. ഇതിൽ തിരക്കഥ, സംവിധാനം, എഡിറ്റർ പുരസ്കാരങ്ങൾ നേടിയത് ഷോൺ ബേക്കർ തന്നെയാണ്. ചിത്രത്തിലൂടെ അനോറയെ അനശ്വരമാക്കിയ 25കാരി മൈക്കി മാഡിസൺ മികച്ച നടിയായി. ദി ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് ഏഡ്രിയൻ ബ്രോഡി മികച്ച നടനായി. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിരൺ കൾക്കിൻ മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ എമിലിയ പെരേസിന് സോയി സാൽഡാന വഴി സഹനടി പുരസ്കാരവും മികച്ച ഗാനത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. 13 നാമനിർദ്ദേശങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നാമനിർദ്ദേശം ഇതാദ്യമാണ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ സിനിമ മികച്ച വിദേശ ഭാഷാ ചിത്രമായി. ഫ്ലോയാണ് മികച്ച ആനിമേഷൻ ചിത്രം. ലാത്വിയയിൽ നിന്നും ഓസ്കർ നേടുന്ന ആദ്യ ചിത്രമാണിത്. വിക്കഡിലൂടെ പോൾ ടെസ്വെൽ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരനായി. പാലസ്തീൻ ഇസ്രായേൽ വിഷയം പറയുന്ന നോ അതർ ലാൻഡ് മികച്ച ഡോക്യുമെന്ററി ആയി. ഐ ആം നോട്ട് റോബോട്ട് മികച്ച ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ 1ാമതെത്തി. ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് ആൻഡ് ഹൈലാൻഡ് സെന്ററിലുള്ള ഡോൾബി തിയേറ്ററിലായിരുന്നു പുരസ്കാര വിതരണം. കൊമേഡിയനും അമേരിക്കൻ TV ഷോ സ്റ്റാറുമായ കൊനാൻ ഒബ്രയോൺ ആണ് ഇത്തവണ അവതാരകൻ. ഇതാദ്യമായാണ് ഒബ്രയോൺ അവതാരകനായെത്തുന്നത്. മറ്റു പുരസ്കാരങ്ങൾ: മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ദ ഷാഡോ ഓഫ് സർപ്രൈസ്,
മികച്ച അവലംബിത തിരക്കഥ പീറ്റർ സ്ട്രോഗൻ, കോൺക്ലേവ്. മികച്ച മേക്കപ്പ് പിയേറ ഒലിവർ പെർസിൻ, സ്റ്റെഫാനി ഗില്ലൻ. മറിലിൻ സ്കാർസെല്ലി, ദ സബ്സ്റ്റൻസ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ നഥാൻ ക്രൗലി, വിക്കഡ്. മികച്ച ഗാനം എൽ മാൽ, എമിലിയ പെരസ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. സൗണ്ട് ഡിസൈൻ ഡ്യൂൺ പാർട്ട് 2. മികച്ച വിഷ്വൽ ഇഫക്ട്സ് ഡ്യൂൺ പാർട്ട് 2. മികച്ച ഛായാഗ്രഹണം ലോൽ ക്രൗളി, ദ ബ്രൂട്ട് ലിസ്റ്റ്. മികച്ച സംഗീതം ഡാനിയൽ ബ്ലൂംബർഗ്, ദ ബ്രൂട്ട് ലിസ്റ്റ്. സമൂഹത്തിന് വേണ്ടതെല്ലാം ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമ. ഡോക്ടർ കൃഷ്ണ ഗോപാൽ, പൂനെ. സമൂഹത്തിന് വേണ്ടതെല്ലാം ചെയ്യാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും എല്ലാം സർക്കാർ ചെയ്യുമെന്ന ചിന്ത തെറ്റായ പാശ്ചാത്യ ആശയമാണെന്നും RSS സർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ. സുരക്ഷ, നീതി തുടങ്ങി ചെറുതും വലുതുമായ ചില കാര്യങ്ങൾ സർക്കാരിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ സമൂഹത്തിന് ആവശ്യമായത് എല്ലാം ചെയ്യേണ്ട കടമ സമൂഹത്തിൻ്റെതു തന്നെയാണ്. ഈ വിശ്വാസം സമൂഹത്തിൽ പുനഃസ്ഥാപിക്കണം. ഇതിനായി ജനകല്യാൺ സമിതി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ വേഗത്തിൽ പുരോഗമിക്കണം. സർക്കാര്യവാഹ് പറഞ്ഞു. പൂനെയിൽ ജനകല്യാൺ സമിതി സംഘടിപ്പിച്ച പൂജനീയ ശ്രീ ഗുരുജി പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ PR ശ്രീജേഷിനും രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ ഗോയൽ ഗ്രാമീണ വികാസ് സംസ്ഥാനും ശ്രീ ഗുരുജി പുരസ്കാരം അദ്ദേഹം സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെഡലും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വനിതകൾക്കുള്ള ധനസഹായ പദ്ധതി രജിസ്ട്രേഷൻ 8 മുതൽ. ന്യൂഡൽഹി. ഡൽഹിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കായി പ്രഖ്യാപിച്ച ധനസഹായ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഈ മാസം 8-ന് ലോക വനിതാ ദിനത്തിൽ തുടക്കമിടും. അർഹരായവർക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്നതാണ് പദ്ധതി. ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രക്രിയയും 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മനോജ് തിവാരി MP അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പദ്ധതിയുടെ നടത്തിപ്പിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുന്ന പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികൾക്കായുള്ള 2025-26 വർഷത്തെ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 31 വരെ. https://www.odepec.net/unnati എന്ന ലിങ്ക് വഴി അപേക്ഷ നൽകാം. പട്ടികജാതി വർഗ വകുപ്പ് വെബ്സൈറ്റിലും അപേക്ഷ ലഭ്യമാണ്. ബിരുദത്തിന് 55% മാർക്കുള്ള 35 വയസ്സ് തികയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 62 82 63 15 03. ഭവ്യ ലക്ഷ്മിക്ക് നാട്യഗുരു രത്ന പുരസ്കാരം. കൊച്ചി. ലഷ്വ ഇന്റർനാഷണൽ ആർട്സ് സ്കൂൾ ഡയറക്ടറും നൃത്ത അധ്യാപികയുമായ KS ഭവ്യ ലക്ഷ്മിക്ക് നാട്യഗുരു രത്ന പുരസ്കാരം. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് മധുരൈ ശ്രീ കലാകേന്ദ്ര ആർട്സ് ആൻഡ് കൾച്ചറൽ അക്കാദമിയും മധുര തമിഴ് ഇസൈ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച 24 മണിക്കൂർ ക്ലാസിക്കൽ നൃത്ത അവതരണ വേദിയിലെ ഭരതനാട്യ അവതരണത്തിനാണ് പുരസ്കാരം. മധുരയിൽ നടന്ന ചടങ്ങിൽ കലാകേന്ദ്ര ആർട്ട് ആൻഡ് കൾച്ചറൽ അക്കാദമി ഡയറക്ടർ ആംശ്രീ മഹാദേവൻ അവാർഡ് സമ്മാനിച്ചു. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യത്തിൽ ഗവേഷകയാണ് ഭവ്യ ലക്ഷ്മി. കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകളിൽ ബിരുദക്കാർക്ക് അപ്രന്റീസ് ആവാം. ഒഴിവുകൾ 6691. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ബാങ്ക് ഓഫ് ബറോഡയിലും അംഗീകൃത സർവകലാശാല ബിരുദക്കാർക്ക് അപ്രന്റീസുകളാവാം. വിവിധ സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചുകളിലായി ആകെ 6691 ഒഴിവുകളുണ്ട്.
കേരളത്തിൽ 207 പേർക്കാണ് അവസരം. പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. അപ്രന്റീസ് ആക്ട് പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തേക്കാണ് പരിശീലനം. സ്ഥിരം നിയമനം ലഭിക്കില്ല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകളിലായി 2691 അപ്രന്റീസ് ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ 118, ജനറൽ 64, SC 11, ST 1, OBC 31, EWS 11. ഭിന്നശേഷിക്കാർക്ക് 5 ഒഴിവുകളിൽ നിയമനം ലഭിക്കും. അതത് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അവിടുത്തെ ഒഴിവുകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഓരോ സംസ്ഥാനത്തും ലഭ്യമായ ഒഴിവുകളുടെ പട്ടിക അടക്കം വിശദമായ അപ്രന്റീസ് വിജ്ഞാപനം www.union.bankofindia.co.in https://bfsissc.com എന്നീ വെബ്സൈറ്റുകളിലുണ്ട്. കേരളത്തിലെ ഒഴിവുകൾക്ക് മലയാള ഭാഷ അറിയുന്ന കേരളീയർക്ക് അപേക്ഷിക്കാം. മുൻഗണനാക്രമത്തിൽ 2 ജില്ലകൾ അപ്രന്റീസിനായി തെരഞ്ഞെടുക്കാം. ജില്ലാ തലത്തിലാണ് സെലക്ഷൻ. ബാങ്കിന് ഏത് ജില്ലയിലേക്കും പരിശീലനത്തിന് നിയോഗിക്കാം. യോഗ്യത: 2021 ഏപ്രിൽ 1 ശേഷം 2025 മാർച്ച് 5 മുമ്പ് ബിരുദമെടുത്തവരാകണം. പ്രായപരിധി 20-28 വയസ്സ്. നിയമാനുസൃത വയസ്സിളവുണ്ട്. അർഹതയുള്ളവർ അപ്രന്റീസ് പോർട്ടലായ https://netseducation.gov.in-ൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പരീക്ഷാ ഫീസ്: ജനറൽ 800 രൂപ, വനിതകൾ SC ST 600 രൂപ, ഭിന്നശേഷിക്കാർ 400 രൂപ. സേവന നികുതി GST കൂടി നൽകേണ്ടതുണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, UPI മുഖേന ഫീസ് അടയ്ക്കാം. പ്രാബല്യത്തിലുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് നിർദ്ദേശാനുസരണം ഓൺലൈനായി മാർച്ച് 5 വരെ അപേക്ഷിക്കാം. ഓൺലൈൻ ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് മാതൃകയിൽ, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. സെലക്ഷൻ നടപടികൾ വിജ്ഞാപനത്തിലുണ്ട്. അപ്രന്റീസുകൾക്ക് പ്രതിമാസം 15,000 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. ബാങ്ക് ഓഫ് ബറോഡയുടെ വിവിധ ബ്രാഞ്ചുകളിലായി 4,000 അപ്രന്റീസ് ഒഴിവുകൾ ലഭ്യമാണ്. കേരളത്തിൽ 89 ഒഴിവുകൾ. SSC 8, ST 0, OBC 24, EWS 8. ഭിന്നശേഷിക്കാർ 3 ഒഴിവുകളിൽ നിയമനം ലഭിക്കും. ഓരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ബാങ്ക് ബ്രാഞ്ചുകളിൽ ലഭ്യമായ ഒഴിവുകൾ അടക്കം വിശദമായ വിജ്ഞാപനം www.bankofbaroda.co.in/career വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. തെരഞ്ഞെടുപ്പിൽ അവരവരുടെ സ്വന്തം ജില്ലകളിലേക്കാവും പരിഗണന. യോഗ്യത: ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബിരുദം. പ്രായപരിധി 1/2/2025 20-28 വയസ്സ്. നിയമാനുസൃത വയസ്സിളവുണ്ട്. പ്രാദേശിക ഭാഷ അറിയണം. അർഹരായവർ അപ്രന്റീസ് പോർട്ടലായ https://ntas.education.gov.in-ൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകണം. അപേക്ഷാ ഫീസ് 800 രൂപ. വനിതകൾ SC ST വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് 600 രൂപ, ഭിന്നശേഷിക്കാർക്ക് 400 രൂപ. GST കൂടി നൽകേണ്ടതുണ്ട്. നിർദ്ദേശാനുസരണം ഓൺലൈനായി മാർച്ച് 11 വരെ അപേക്ഷിക്കാം. സെലക്ഷൻ: ഓൺലൈൻ പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന, ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. ടെസ്റ്റിൽ ജനറൽ ബാർ, ഫിനാൻഷ്യൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ ഇംഗ്ലീഷ് എന്നിവയിൽ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള 100 ചോദ്യങ്ങൾ. പരമാവധി 100 മാർക്കിന് ഉണ്ടാവും. 1 മണിക്കൂർ സമയം അനുവദിക്കും. ഉത്തരം തെറ്റിയാൽ മാർക്ക് കുറയ്ക്കില്ല. യോഗ്യത നേടുന്നവരുടെ സംസ്ഥാന കാറ്റഗറി അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അപ്രന്റീസിന് നിയോഗിക്കുക. 1 വർഷമാണ് പരിശീലനം. പ്രതിമാസം മെട്രോ അർബൻ ബ്രാഞ്ചുകളിലുള്ളവർക്ക് 15,000 രൂപയും റൂറൽ സെമി അർബൻ ബ്രാഞ്ചുകളിലുള്ളവർക്ക് 12,000 രൂപയും സ്റ്റൈപ്പൻഡ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. മൈറ്റി ഭാരതം ഓസ്ട്രേലിയ. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ന് ഭാരതം ഓസ്ട്രേലിയക്കെതിരെ. ദുബായ്. ആരാണ് മൈറ്റി? ഭാരതമോ അതോ ഓസ്ട്രേലിയയോ? ICC
ചാമ്പ്യൻസ് ട്രോഫിയുടെ ഈ പതിപ്പിൽ ശക്തർ ഭാരതം തന്നെ എന്ന് പറയാം. എന്നാൽ മൈറ്റി ഓസ്ട്രേലിയ എന്ന ഒരു പ്രയോഗം തന്നെ ഉള്ളത് ഏതു സാഹചര്യത്തിലും അവർ കരുത്തരാണെന്നതുകൊണ്ട് ആണ്. ഏതു വമ്പനെയും കീഴടക്കാൻ ശേഷിയുണ്ട് എന്നതിനാലാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ സെമിയിൽ ഇന്ന് ഭാരതവും ലോക ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും തമ്മിൽ നേർക്കുനേർ. ഉച്ചയ്ക്ക് 2:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയിക്കുന്നവർ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിന് അർഹത നേടും. തോൽക്കുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാം. ഇതിനു മുമ്പ് ഭാരതവും ഓസ്ട്രേലിയയും ഏകദിനത്തിൽ മുഖാമുഖം വന്നത് 15 മാസം മുമ്പ് ഭാരതത്തിൽ നടന്ന ലോകകപ്പിലായിരുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 2023 ലോകകപ്പ് ഫൈനലിലെ ആ പോരാട്ടത്തിൽ ഭാരതത്തെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് ഓസ്ട്രേലിയ 6ാം ലോക കിരീടം സ്വന്തമാക്കി. അന്നത്തെ നീറ്റലിന് മറുപടി നൽകാനുള്ള അവസരമാണ് ഇന്ന് ഭാരത ടീമിന് കൈവന്നിരിക്കുന്നത്. 2 ടീമുകളിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭാരത നിരയിൽ പരിക്ക് കാരണം സൂപ്പർ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ ഇല്ല. ഓസീസ് നിരയിൽ ക്യാപ്റ്റൻ കമ്മിൻസ് അടക്കം 3 ലോകോത്തര പേസ് ബൗളർമാരാണ് ഇല്ലാത്തത്. മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഫെയ്സൽ വുഡ്. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാര്യമായ പ്രശ്നമുണ്ടെന്ന് ഓസീസിന് നന്നായി തിരിച്ചറിയാം. അതനുസരിച്ച് ബാറ്റിംഗിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 351 റൺസിനെ സമർത്ഥമായി പിന്തുടർന്ന് വിജയിച്ചത്. ഈ ചാമ്പ്യൻഷിപ്പിൽ ആ ഒരു മത്സരം മാത്രമേ ഓസ്ട്രേലിയ കളിച്ചിട്ടുള്ളൂ. ബാക്കി 2 മത്സരങ്ങളും മഴയിൽ മുടങ്ങി. മത്സരം ദുബായിലേക്ക് വരുമ്പോൾ മഴയുടെ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് കണക്കാക്കുന്നത്. ഗുജറാത്ത് ജയന്റ്സിന് വമ്പൻ സ്കോർ. ലക്നൌ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് വിമൻ ടീമിന് മികച്ച സ്കോർ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത അവർ UP വാരിയേഴ്സിന് മുന്നിൽ 187 റൺസിന്റെ ലക്ഷ്യം മുന്നിൽ വെച്ചു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസാണ് ഗുജറാത്ത് നേടിയത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓപ്പണർ ബെത്ത് മുണിയുടെ സെഞ്ചുറിക്ക് അടുത്തുവരെ എത്തിയ അപരാജിത പ്രകടനമാണ് ഗുജറാത്ത് ടോട്ടലിന് പിൻബലമായത്. 59 പന്തുകൾ നേരിട്ട ബെത്ത് മുണി 17 ബൗണ്ടറികൾ സഹിതം 96 റൺസുമായാണ് പുറത്താകാതെ നിന്നത്. ഭാരത ബാറ്റർ ഹർലീൻ ഡിയോളും വെടിക്കെട്ട് പ്രകടനവുമായി മികവു കാട്ടി. 32 പന്തുകളിൽ ഹർലീൻ 6 ബൗണ്ടറി സഹിതം 45 റൺസ് എടുത്തു. ഭാർത്തി ഫുൽമാലി 2 റൺസുമായി പുറത്താകാതെ നിന്നു. UP വാരിയേഴ്സിനായി സോഫി എക്സലസ്റ്റോൺ 2 വിക്കറ്റ് സ്വന്തമാക്കി. MGക്ക് വിജയത്തുടക്കം. കുരുക്ഷേത്ര. വനിതകൾക്കായുള്ള അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ MG സർവകലാശാലയ്ക്ക് വിജയത്തുടക്കം. കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി നടക്കുന്ന മത്സരത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ MG LNIPE ഗോളിയോറിനെ 57-27 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ കോഴിക്കോട് സർവകലാശാല 47-66 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയോട് പരാജയപ്പെട്ടു. MGക്ക് വേണ്ടി സാന്ദ്ര ഫ്രാൻസിസ് 14 പോയിന്റോടെ ടോപ്പ് സ്കോറായി.